ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസമായില്ല വ്ളോഗെല്ലാം ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് കുറച്ച് കക്ക ഇറച്ചി ഇട്ടിട്ടുണ്ടേ. നമ്മുടെ കാസർഗോഡുള്ള കോൾഡ് ഇറച്ചി എന്ന് പറയും. നമുക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് കോൾഡ് ഇറച്ചി. അപ്പോൾ ഇന്ന് കിട്ടിയിട്ടാകുമ്പോൾ ഇതിനെ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച്, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വെക്കുന്ന ആ ഒരു സ്റ്റൈലിൽ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കോൾഡ് ഇറച്ചിയില്ല നല്ല പാങ്ങല വാഷാക്കണം. എന്ന് വെച്ചാൽ അതിൽ ഷെൽസ് പൊയ്യെല്ലാം ഉണ്ടാകുന്നില്ലേ. അതിന് ഞാനൊരു 2-3 പ്രാവശ്യം വെള്ളത്തിൽ പാങ്ങല വാഷാക്കിയതിന് ശേഷം അതിനെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് കുറച്ച് തിളപ്പിക്കാൻ വെക്കണം. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് പാങ്ങല തിളപ്പിച്ച് ഞാൻ, എന്നിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ട് അതിന് വെള്ളം ആറ്റാൻ വെച്ച്. അങ്ങനെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ സെറ്റാക്കിയിട്ട് വെക്കാം. നമുക്ക് കുറച്ച് ഇഞ്ചി, ഞാൻ 2 വലിയ ഉള്ളി എടുത്തിന്, ഉള്ളി, പിന്നെ തേങ്ങാക്കൊത്ത്, പിന്നെ കറിവേപ്പില. എന്നിട്ടൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഞാൻ അതിലേക്ക് തേങ്ങ എണ്ണ വെച്ച്. തേങ്ങ എണ്ണയിൽ നമ്മൾ എന്തുണ്ടാക്കിയാൽ നല്ല സ്മെല്ലല്ലേ. ഇപ്പോൾ മീൻ ഫ്രൈ എല്ലാം ആക്കുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ടാകുന്നു, സ്മെല്ലും ഉണ്ടാകുന്നു. അങ്ങനെ തേങ്ങ എണ്ണ വെച്ചതിന് ശേഷം അതിലേക്കൊരു കുറച്ച് ജീരകം ഇട്ടിട്ട് പൊട്ടിച്ചതിന് ശേഷം കറിച്ചപ്പലിട്ട് പിന്നെ തേങ്ങാക്കൊത്തിട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും, നല്ല സ്മെല്ലും ഉണ്ടാകുന്നില്ലേ. ഇപ്പോൾ നമ്മൾ ബീഫ് ഫ്രൈ എല്ലാം ആക്കുമ്പോൾ തേങ്ങാക്കൊത്തിടുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നില്ല. അതുപോലെ ഇതിനും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ തേങ്ങാക്കൊത്തിട്ടിട്ട് കുറച്ച് ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ നേരത്തെ ഇഞ്ചി നമ്മൾ കുത്തിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇഞ്ചിയും കുറച്ച് ചേർക്കുക. ഇഞ്ചി നമുക്ക് അതിനത്ര കുറച്ച് ചേർത്താൽ നല്ലത്. ഞാൻ എടുത്ത് കുറച്ച് കൂടുതലായി. ഇപ്പോൾ ആ ഇഞ്ചിൻ്റെ കുത്തിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായി ഉള്ളി ഇട്ട്, എന്നിട്ട് കുറച്ച് മസാലപ്പൊടി ഇട്ട്, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ജീരകപ്പൊടി, എല്ലാത്തരം മസാല ഇട്ടിട്ട് കുറച്ച് നേരം ഇതിന് പാങ്ങല നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കക്ക ഇറച്ചിയില്ലേ അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം ഇളക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ആക്കുക. അപ്പോൾ റെഡിയായി നമ്മളെ കക്ക ഇറച്ചീൻ്റെ ഫ്രൈ. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കിയിട്ട് നോക്കണം, ട്രൈ ആക്കിയിട്ട് കമൻ്റ് ആക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കെ.